ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എക്സ്ക്യൂസ് മീ സർ. സർ, ഒന്ന് എഴുന്നേക്കണം. പാതിരാത്രി നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? സുഖമായിട്ട് ഇതുപോലെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടി വെച്ചിരിക്കുന്നത്. എങ്കിൽ പിന്നെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയ പോരെ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ജില്ലാ കളക്ടർ എന്ന് പറയും. അയ്യോ, എന്നാലും കുഞ്ഞേച്ചി, നമ്മുടെ മോള്, അവൾക്ക് എന്തു പറ്റി? ഒന്നും സംഭവിക്കില്ല. ദൈവമുണ്ട് അവൾക്ക് കൂട്ടായിട്ട്. നമ്മളെ കാത്തതേ അവൾ എവിടെയെങ്കിലും നിൽപ്പുണ്ടാവും. ഇനി എങ്ങോട്ടാ മാഡം? അത് നമുക്കേ ആ ബസ് സ്റ്റാൻഡിൽ കൂടി ഒന്ന് നോക്കാം. ആ ശരി. ഹലോ. ആ മോളെ, മോളെ എന്തായിടി? കുഞ്ഞിനെ കണ്ടോ? അമ്മേ, ഞങ്ങളിതേ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ട് പോവുക. ശ്യാമ എൻ്റെ കൂടെ ഉണ്ട്. ആ പിന്നെ പപ്പി എങ്ങാനും അവിടെ എത്തുകയാണെങ്കിൽ ഞങ്ങളൊന്ന് വിളിക്കണേ. മോളെ, ഇത്രയും രാത്രിയായില്ലേ? ഇനി നിങ്ങൾ അന്വേഷിച്ചാ പോരാ. നീ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്ക്. അമ്മേ, ഒന്നുകൂടി നോക്കിയിട്ട്. വേണ്ട മോളെ, ഇനിയും നമ്മൾ പോലീസിൽ വിവരം അറിയിക്കാത്തതേ കൂടുതൽ കുഴപ്പങ്ങളിൽ കൊണ്ടെത്തിക്കും. പിന്നീട് എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്റ്റേഷനിൽ ചെന്ന് വിവരം പറയേ. അവരും കൂടെ അന്വേഷിക്കട്ടെ. ആരന്വേഷിച്ചാലും നമുക്ക് നമ്മുടെ മോളെ കിട്ടണം. ദേ, ഇനി നിങ്ങൾ എന്നെ വിളിക്കുന്നത് പപ്പി മോളെ കിട്ടിയെന്ന് പറയാനായിരിക്കണം കേട്ടോ? ശരി. എന്റെ ദേവി, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തിക്കല്ലേ. ചേട്ടാ, ഈ വഴിക്കല്ലേ പോലീസ് സ്റ്റേഷൻ? അതെ മാഡം. നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം. നമ്മൾ മാത്രം തിരക്കിയിട്ട് കാര്യമില്ല. അവരും കൂടി നോക്കട്ടെ. ഭാമേ, 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 നീ ഒന്ന് എണീറ്റേ. ദേ, നിന്നെ കാണാൻ ഒരാൾ വന്നേക്കുന്നു. ആരാ? അതും ഈ രാത്രിയില്? രാവിട്ട വെച്ചും പെയ്യും പറയാതെ രാവിട്ടം കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഭാമേ, സത്യം പറയുന്നേ, നീ ഒന്ന് എണീറ്റേ. എന്തു രാഘവേട്ട? ദേ, ഞാൻ കാണിച്ചു തരാം. വന്നേ, എണീക്ക്, എണീക്ക് ഭാമേ. രാഘവേട്ട, ഇങ്ങോട്ട് വാ. നോക്ക്, ദേ, അയ്യോ മോളെ, പപ്പി മോളല്ലേ ഇത്? മോളെങ്ങനെ ഇവിടെ എത്തി? ഇങ്ങോ മോളെ, ഇങ്ങോ. മോളെ, രാഘവേട്ട, മോളെ ഇതാരാ പോയി വിളിച്ചോണ്ട് വന്നത്? അല്ല ഭാമേ, മോളെ, മോളെ എങ്ങനെ ഇവിടെ എത്തി? മോളെ ആരാ വിളിച്ചോണ്ട് വന്നത്? അച്ഛനാ. അച്ഛൻ? നിങ്ങളിപ്പോ പപ്പിയെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നോ? അല്ല ഭാമേ, ഞാൻ രാഘവേട്ട ചോദിച്ചേ കേട്ടില്ലേ? നിങ്ങൾ പപ്പി വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന്. അല്ല, അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ അല്ല, ഞാൻ ചേട്ടാ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആ. ഹലോ. എക്സ്ക്യൂസ് മീ സർ. സർ, ഒന്ന് എഴുന്നേക്കണം. പാതിരാത്രി നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? സുഖമായിട്ട് ഇതുപോലെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടി വെച്ചിരിക്കുന്നത്. എങ്കിൽ പിന്നെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയ പോരെ?
ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ജില്ലാ കളക്ടർ എന്ന് പറയും. അയ്യോ മാഡം. സി ഐ ഇല്ലേ? ഇല്ല മാഡം, സാർ ഒരു പെട്രോളിങ്ങിന് പോയിരിക്കുക. അല്ല മാഡം ഇരിക്കും മാഡം. ഞാൻ ആളറിയാതെ ഒന്നും മനസ്സിൽ വെക്കില്ല മാഡം. അല്ല മാഡം ഇപ്പൊ ഇങ്ങോട്ട് ഞങ്ങളുടെ മോളെ സി എ എത്തി മാഡം. ഇറക്കണോ മാറേ? മാഡം ഈ രാത്രിയില് അത് ഞങ്ങളുടെ മോള് മിസ്സിംഗ് ആണ്. ഞങ്ങള് എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. ചിലപ്പോ ആ കുട്ടിയായിരിക്കും നമ്മൾ മുത്തച്ഛനോട് പറഞ്ഞു വിട്ടത്. കുഞ്ഞിച്ചി, രാഘവൻ നായർ എന്ന് പറയുന്ന ആളുടെ കൂടെ ആ കുട്ടിയെ പറഞ്ഞു വിട്ടത്. അത് ഞങ്ങളുടെ അച്ഛനാ. പക്ഷെ അച്ഛൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ? മാഡം കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ആ ഉണ്ട്. മാഡം ഈ കുട്ടി തന്നെയാ. രാത്രിയിൽ ഇറങ്ങി നടന്ന കുട്ടിയെ അവന്മാര് ശല്യം ചെയ്യാൻ ശ്രമിച്ചു. കൃത്യസമയത്ത് കുട്ടിയുടെ മുത്തശ്ശൻ വന്നതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. അപ്പോഴേക്കും ഞങ്ങളോടെ എത്തി. അല്ല, അപ്പൊ എന്റെ മോള്? മുത്തശ്ശന്റെ കൂടെ സുരക്ഷിതമായി ഇപ്പൊ വീട്ടിലെത്തി കാണും. നിങ്ങൾ പറയുന്ന മുത്തശ്ശൻ ഇദ്ദേഹമാണോ? അതെ, ഇദ്ദേഹം തന്നെ, രാഘവൻ നായർ. ശരി, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിക്കാം. ഓക്കെ മാഡം. അല്ല മാഡം, അപ്പൊ യുവമാരെ അവരെയും കൊണ്ടുപോടോ. അങ്ങോട്ട് നീങ്ങില്ല. ഇവരെന്ത് ചെയ്യണം മാഡം? ഞാൻ വിളിച്ചു പറയാം. ഇവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. രാത്രിയിൽ ബസ് കിട്ടാതെ നടുറോഡിൽ പെട്ടുപോകുന്നവര് സുരക്ഷിതമായി വീടെത്താനായിട്ട് ആശ്രയിക്കുന്നത് സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷയാ. അപ്പൊ ആ വാഹനം ഓടിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് മനുഷ്യത്വ, മനസ്സിലെ നന്മയാണ്. എന്നാലേ തനിക്ക് ഈ രാത്രിയിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റൂ എന്ന വിശ്വാസത്തിൽ ആ ഓട്ടോയിൽ ഓരോ യാത്രക്കാരനും കയറാൻ പറ്റൂ. അതിനു വേണ്ടത് നല്ല സ്വഭാവ ഗുണമുള്ള ഓട്ടോ ഡ്രൈവർമാരാ, അല്ലാതെ ഇതുപോലുള്ള സ്ട്രീറ്റ് റൗഡികളല്ല. ഇവന്മാരുടെ കാര്യം നമുക്ക് നാളെ തീരുമാനിക്കാം. മാഡം, എന്റെ കൊച്ചിന്റെ കൈത്തണ്ടയിൽ പോലും നീ എങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ പോക്സോ കേസിലാകത്ത. ഇത് പറയുന്നത് ശാലിനിയാ, ശാലിനി വിഷ്ണു.